യുവർ ഓണർ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14-ൽ ഏതൊരു പുരുഷനും സ്ത്രീക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം ആ ഉറപ്പ് തരുന്നുണ്ടോ? ഉദാഹരണത്തിന്, സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോ ജനങ്ങൾ അത് ആഘോഷിച്ചു. പക്ഷെ ഏതൊരു പുരുഷൻ പറഞ്ഞാലോ? ഇതേ ചോദ്യം തന്നെയാണ് ഈ കേസിലും നിലനിൽക്കുന്നത്. എന്റെ കക്ഷിയെ കുറ്റവാളി എന്ന് നിയമത്തിന് മുന്നിൽ മുദ്ര കുത്തുമ്പോൾ അതേ നിയമം ഒരു സ്ത്രീക്ക് അനുവദിക്കുന്നതിൽ കവിഞ്ഞൊന്നും എന്റെ കക്ഷി ഈ കേസിൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പക്ഷഭേദം? രണ്ട് വ്യക്തികൾ ഒരേ താല്പര്യത്തോടെ ഒരേ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാവുന്നത് എങ്ങനെയാണ്? യുവർ ഓണർ, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. ആ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ ഓരോ വ്യക്തിക്കും, അതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റേതൊരു ജെൻഡർ ആയാലും, തുല്യത കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തുല്യതയ്ക്ക് വേണ്ടി ഞാനടക്കമുള്ള ഓരോ സ്ത്രീയും ദിനംപ്രതി കഷ്ടപ്പെടുമ്പോൾ ഒരു പുരുഷന്റെ പോലും അവകാശങ്ങൾ ഇല്ലാതാകാനോ അവന് നീതി നിഷേധിക്കപ്പെടാനോ പാടില്ല. ഞങ്ങളുടെ സംരക്ഷണം മുന്നിൽ കണ്ടുണ്ടാക്കിയ അതേ നിയമം ഒരു സ്ത്രീ മിസ്യൂസ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരു നിരപരാധിയായിരിക്കും. എന്നാൽ ഇതേ സമൂഹം ഞങ്ങളെ ഒന്നടങ്കം തള്ളിപ്പറയും. അതുകൊണ്ട് ഒരു തെറ്റായ കേസും വരരുതെന്നുള്ളത് ഓരോ സ്ത്രീയുടെയും ആവശ്യമാണ്. യുവർ ഓണർ, നിയമത്തെ വളച്ചൊടിച്ച് എന്റെ കക്ഷിയെ കുറ്റവാളിയായി ചിത്രീകരിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞ് നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാവണമെന്ന് കോടതിയോട് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. The case is taken for orders. Orders will be pronounced on November 4th. SC 192/16. എന്താ ചേച്ചി? മധു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇരിക്കേ ചേച്ചി. മധു, നീയും എബിനും തമ്മിലുള്ള ഈഗോ അത് കോടതിക്കുള്ളിൽ മാത്രം തീരുന്ന ഒന്നായിട്ട് ആദ്യം മുതലേ എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഞാനത് ഇത്രയും നാൾ കണ്ടില്ല എന്ന് വെച്ചത് എൻ്റെ സ്വാർത്ഥതയാണ്. അതങ്ങനെ കാണേണ്ട ആവശ്യമില്ല ചേച്ചി. മധു, ഗൗതം നിരപരാധിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കതറിയേണ്ട കാര്യവുമില്ല. ഞാൻ അവൻ്റെ ചേച്ചിയാണ്. എനിക്ക് അവനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. അവിടെ നമ്മളെല്ലാവരും സ്വാർത്ഥരാകും, ആവണം. പക്ഷേ അതിനെയും നിങ്ങളെ ബാധിച്ചാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഫോർഗിവ് മൈസെൽഫ്. എൻ്റെ അനിയനെ തിരിച്ചു തരാൻ നീ നിന്റെ ലൈഫ് കൊണ്ട് സ്പോയിൽ ചെയ്യരുത്. അത് മണ്ടത്തരാണ്. കേസ് കഴിഞ്ഞു. പ്ലീസ് സോർട്ട് ഇറ്റ് ഔട്ട് വിത്ത് എബിൻ.